എൻ്റെ മോൾക്ക് 10-20 വയസ്സൊക്കെ ആയപ്പോൾ അവൾക്ക് ഒരു അസുഖം വന്നു. വിവാഹമൊക്കെ ആയപ്പോഴ് ആണ് ഒരു ക്യാൻസർ വന്നത്. അപ്പോൾ അതിൻ്റെ ആ വിവാഹം മുടക്കമായി. അപ്പോൾ ആ സാഹചര്യത്തിലും എൻ്റെ മോക്ക് ധൈര്യം കിട്ടിയതും എനിക്ക് ധൈര്യം കിട്ടിയതും എല്ലാം അമ്മ കൂടെ ഉള്ളത് കൊണ്ടല്ലേ. ആറ്റുകാൽ അമ്പലനടയിലാണ് നിൽക്കുന്നത്. ആറ്റുകാൽ ഉത്സവ ദിനങ്ങളാണ്. ഇവിടെ ഇന്ന് നല്ല തിരക്കുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗിരിജ ചേച്ചിയെ കണ്ടുമുട്ടി. ഗിരിജ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചു. ഗിരിജ ചേച്ചി ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ചേച്ചി പതിവായിട്ട് അമ്പലത്തിൽ വരാറുണ്ടോ? മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും എത്താൻ നോക്കും. വരാൻ പറ്റാറുണ്ട്? വരും. എങ്ങനെ ആ സമയം ചൊവ്വാഴ്ചയാണോ? അങ്ങനെ മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് വരാൻ ഇഷ്ടവും വരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഫ്രണ്ട്സൊക്കെ കിട്ടുകയാണ്. വരാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു ദിവസം കൂടെ വരും. എന്തു കഷ്ടപ്പെട്ടിട്ടും ഈ 62-ാം വയസ്സിലും അമ്മയുടെ നടയിൽ ഇങ്ങനെ വരണതിൻ്റെ ഒരു കാരണം പറയാം. കാരണം എന്ന് പറയുന്നത് അമ്മ എപ്പോഴും കൂടെ ഉണ്ട്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെല്ലാം എനിക്കതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയത് അമ്മ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. എന്തായിരുന്നു ആ സാഹചര്യങ്ങളെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് 10-20 വയസ്സൊക്കെ ആയപ്പോൾ അവൾക്ക് ഒരു അസുഖം വന്നു. വിവാഹമൊക്കെ ആയപ്പോഴ് ആണ് ഒരു ക്യാൻസർ വന്നത്. അപ്പോൾ അതിൻ്റെ ആ വിവാഹം മുടക്കമായി. അപ്പോൾ ആ സാഹചര്യത്തിലും എൻ്റെ മോക്ക് ധൈര്യം കിട്ടിയതും എനിക്ക് ധൈര്യം കിട്ടിയതും എല്ലാം അമ്മ കൂടെ ഉള്ളത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യും. ഇത്രയും നിസ്സാര കാര്യങ്ങൾക്ക് ആളുകൾ ആത്മഹത്യ ചെയ്യണുണ്ട്. അപ്പം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു അസുഖം വരുന്നു, ഒരു കല്യാണം മുടങ്ങുന്നു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പം അമ്മയും മോളും കൂടിയൊക്കെ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യണ ഒരു സാഹചര്യമാണ്. അപ്പോഴും ഞങ്ങൾക്ക് വേറെ ഒന്നും തോന്നിയില്ല. ജീവിക്കണം, ഞങ്ങൾ ജീവിക്കും എന്നുള്ള ആ ഒരു ഇതിൽ പോയി. അപ്പം അത് കൂടെ ഉണ്ട്, പ്രസൻറ്റ് ഉണ്ട്, അമ്മയുടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മരിച്ചു കളയണ്ട എന്ന് ചിന്ത വന്നതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. അല്ലേ? ആ മോളിപ്പോൾ എന്ത് ചെയ്യുന്നു? മോള് മിടുക്കിയായി, അസുഖമെല്ലാം ഭേദമായി, കല്യാണം കഴിഞ്ഞു. ഒരു മോളുണ്ട്, 13 വയസ്സായ ഒരു മോളുണ്ട്. അവളിപ്പം പ്രൈവറ്റിൽ വർക്ക് ചെയ്യണുണ്ട്. ഹസ്ബൻഡ് PWD കോൺട്രാക്ടർ സൂപ്പർവൈസറായിട്ട് പോകണുണ്ട്. അതെല്ലാം അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മോള് ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മോനൊരു 10 വയസ്സൊക്കെ ആയപ്പോൾ അവർക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു പട്ടി കുറുകെ ചാടി. ഈ ജോലിക്ക് പോകാൻ സമയത്ത് ഒരു പട്ടി കുറുകെ ചാടി വീണു. ഹെൽമെറ്റ് മാറി കൊടുത്തിരുന്നുവെങ്കിൽ എനിക്കിന്ന് എൻ്റെ മകളെ കാണാൻ കിട്ടില്ലായിരുന്നു. പക്ഷെ ഹെൽമെറ്റ് മാറി കൊടുത്തില്ല. ബാക്കി ഫുള്ള് പോയി. 2 പല്ല് തെറിച്ച് പോയി, കാലിൽ ഫ്രാക്ചർ വന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ കൂടെ ഉള്ളത് കൊണ്ടല്ലേ ആ ഹെൽമെറ്റ് മാറിക്കൊടുത്ത് എൻ്റെ മോളെ എനിക്ക് കാണാൻ കിട്ടിയത്. അല്ലേ? ഇതുപോലെ ഓരോ അമ്മമാരുടെയും ഓരോ സ്ത്രീകളുടെയും കണ്ണീരൊപ്പുന്ന അമ്മയാണ് ആറ്റുകാലമ്മ. ചേച്ചിക്ക് സങ്കടം വരുന്നു. അത് ക്യാമറയിൽ കാണണ്ടെന്ന് പറഞ്ഞ് ചേച്ചി തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതുപോലെ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന അമ്മ ആണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഇവിടെ. ഇങ്ങനെ ഈ ഒരു മണ്ണ് വാരിയിടാൻ പോലും കഴിയാത്ത തരത്തിൽ സ്ത്രീകളുടെ തിരക്ക് എന്ന് പറയുന്നത്, സ്ത്രീകളുടെ ശബരിമലയായി ആറ്റുകാൽ അറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓരോ പൊങ്കാലക്കാലവും ഇത്രയധികം തിരക്ക് കൂടുന്നത്, മുൻകാലങ്ങളെ അപേക്ഷിച്ച് അടുത്ത വർഷം കൂടുതൽ ആളുകൾ വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആറ്റുകാലമ്മ എല്ലാ സ്ത്രീകൾക്കും ഒരു രക്ഷാകവചമായി നിലകൊള്ളുന്ന ഒരു മൂർത്തി തന്നെയാണ്.